ഒരു ഷാമ്പുവും കണ്ടീഷണറും കൊണ്ട് മാത്രം ഇതേപോലെ നിങ്ങളുടെ വേവി ഹെയർ കേളി ഹെയർ ആക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒരു കേളിങ് അയൺ ഒന്നും ഉപയോഗിക്കുന്നില്ല, അപ്പോൾ മുടി ഒട്ടും പൊട്ടി പോകത്തൊന്നുമല്ല. അപ്പം ഈ ഒരു 2 പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ കേട്ടോ. നന്നായിട്ട് ഒരു വേവി ടൈപ്പാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു ഷാമ്പു ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ കേളി ഹെയറിനും വേവി ഹെയറിനും വേണ്ടിയിട്ടുള്ള ഒരു ഷാമ്പു ആണ് കേട്ടോ. ഇത് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ കേളി ഹെയർ ഇപ്പം ഇതല്ലെങ്കിൽ ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല, പക്ഷേ കേളി അല്ലെങ്കിൽ വേവി ഹെയറിനുള്ള ഷാമ്പു ആയിരിക്കണം. അപ്പം ഈ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കയ്യിലെടുത്ത് എന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് ഒന്ന് മസാജ് ചെയ്തിട്ട് എന്നിട്ട് അധികം താഴേക്ക് വേണമെന്നില്ല, സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അവിടെയാണല്ലോ ഡേർട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു കേളി ഹെയർ ഷാമ്പു ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഹെയർ അതേപോലെ ഇരിക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോവും. അപ്പോൾ സ്ട്രെയിറ്റ് ഹെയറിനുള്ളത് നിങ്ങൾ കേളി ഹെയറിന് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം നന്നായിട്ടത് വാഷ് ചെയ്ത് കളയാം. അത് ജസ്റ്റ് ഒന്ന് തല കുനിച്ച് നിന്നിട്ട് മസാജ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. കുറച്ച് വെള്ളം ഇങ്ങനെ ഇതേപോലെ നൊപ്പിക്കളയാം കേട്ടോ. എനിക്ക് മുമ്പ് സ്ട്രെയിറ്റ് ഹെയറിനുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് നല്ല അബദ്ധം പറ്റിയ കേട്ടോ. എൻ്റെ ഉള്ള വേവി ഹെയറിലേക്ക് ആ ഒരു ടെക്സ്ചറൊക്കെ മാറി ശരിക്കും കുറച്ച് കേൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതും ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ ലീവ് ഇൻ കണ്ടീഷണറാണ് കേട്ടോ. അതും കേളി ഹെയറിന് രണ്ടും ഒരുമിച്ചാണ് വരുന്നത് കോംബോ. എനിക്കിത് രണ്ടും കൂടെ 500 രൂപയ്ക്ക് താഴെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, പക്ഷേ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടു. നല്ല റിസൾട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ താഴേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്ര മാത്രം ചെയ്താൽ മതി. ഓവർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും അങ്ങ് പോയിക്കോളൂ കേട്ടോ. ആദ്യം ജസ്റ്റ് മുടിയിൽ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ ആ നനവോട് കൂടെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ കണ്ടോ ആ ഒരു ടെക്സ്ചർ ഉണ്ടോ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റൈലിംഗ് ജെല്ലൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ഞാനിത് രണ്ടും മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇപ്പം തന്നെ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ലീവ് ഇൻ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ, കഴുകി കളയണ്ട. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് ലീവ് ഇൻ കണ്ടീഷണർ എന്ന് വിളിക്കുന്നത്. നോർമൽ കണ്ടീഷണർ പോലെ അത് കഴുകി കളയണ്ട. അങ്ങനെ മുടി തന്നെ വെച്ചിട്ട് ഒരു ടീഷർട്ടാണ്, പഴയ ടീഷർട്ട് എടുത്തിട്ട് നന്നായിട്ട് ഉണക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട്. ഞാൻ ഡ്രയറൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. അങ്ങനെ തന്നെ എയർ ഡ്രൈ ചെയ്യുക, തന്നെ അത് ഉണങ്ങട്ടെ. എന്നിട്ട് ഞാൻ നല്ലൊരു ഹെയർ സിറം എടുക്കുന്നുണ്ട്. ഇത് ബെയർ അനാറ്റമിയുടെ ഹെയർ സിറമാണ് കേട്ടോ. അത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാതി ഉണങ്ങി ആ ഒരു ഇതും പരുവാകുമ്പോൾ കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടല്ല, കുറച്ച് നനവുള്ള സമയത്ത് തന്നെ അത് ആ ഒരു സിറം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവാം, അതിനുശേഷം കുറേ ജെല്ലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ ഈ 2 പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ ഇപ്പോൾ ഡെയിലി. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ.